സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒരു ദിവസം നമ്മൾ ജനിച്ചു, ഒരു ദിവസം ചത്തും പോവും. ചിരഞ്ജീവികളാകാനുള്ള കർമ്മമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള പൂർവ്വ ജന്മ വാസന എന്ന് പറയും. നിങ്ങൾ എങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണോ വസിക്കണത്, അതുമാതിരിയായിരിക്കും നിങ്ങളെ മനസ്സും നിങ്ങളും ഫോം ചെയ്യപ്പെടുക. ഋഷിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചന്ദ്രനെ കുറിച്ച് അറിയാൻ ചന്ദ്രനിൽ പോകണോ? നമുക്ക് ഇവിടെ തന്നെ അറിയാം. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് റിയലി തന്നെ അവിടെ പോയിട്ട് ശരിക്കും ടച്ച് ചെയ്ത് നോക്കാൻ വരെ പറ്റും. ഇനി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ബോധം ഉണ്ടാവുമോ? ആക്ച്വലി യു ആർ ഡെഡ്. ഒരു ഫീബിൾ ആയിട്ടുള്ള കറണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരം വെളുക്കും വായ നാറുന്നത്. 4 മണിക്കൂർ യഥാർത്ഥത്തിൽ നമ്മൾ ഭൂമിയിൽ ഇല്ല. ഭൂമിയിലുണ്ട്, പക്ഷെ എന്താ പറഞ്ഞാൽ ബോഡിയിലില്ല. ഒരു സെലസ്റ്റൽ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 18 ഋഷിമാരുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഭൃഗുരത്രിർ വസിഷ്ഠശ്ച വിശ്വകർമാമയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്തര. ശാന്തോപിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ സ്പിരിച്വാലിറ്റിയും വാസ്തുശാസ്ത്രവും മനുഷ്യ ശരീരവും ഇത് മൂന്നും എങ്ങനെയാണ് കണക്ട് ആവുന്നത്? വണ്ടർഫുൾ. വേദിയിലിരിക്കുന്ന ദിവ്യാത്മാക്കൾക്ക് പ്രണാമം. വേദിക്ക് പുറത്തിരിക്കുന്ന മുന്നിലിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ദിവ്യാത്മാക്കൾക്കും പ്രണാമം. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. താങ്ക് യു. അല്ല, ഇത്രയും വ്യത്യാസമുള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എനിവേ, എൻജോയ്ഡ്, ഗുഡ്. സ്പിരിച്വാലിറ്റി. ഈ യാത്രയിൽ നമ്മളെന്തായാലും ഇവിടെ ഭൂമിയിൽ ജനിച്ചെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ഉണ്ടോ? ആ ഉറപ്പാണല്ലേ. അപ്പോൾ ഇനി 3 തരത്തിൽ ജീവിക്കാമെന്നാണ്. ഒന്ന് പറയണത് ഞാൻ തന്നെയാണല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണ്, ഞാൻ തന്നെ സാധന ചെയ്യുന്നത്, ഞാൻ തന്നെ എനിക്ക് മോക്ഷം ഉണ്ടാക്കണ്. എവറിത്തിങ് ഈസ് മീ 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 മീ. ഇത് ശരിയാണോ? ഏറ്റവും ശരി അതാ. പക്ഷെ അതിനെന്താ പ്രശ്നം എന്നറിയോ? നമ്മളെ ബുദ്ധി എന്ന് പറയുന്ന എലമെൻ്റാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മൾക്ക് മനുഷ്യൻ എന്ന് പറയുന്നതിനൊരു 7 തലങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എന്താ? നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾക്കൊരു ശരീരമുണ്ട്. യെസ് ഓർണോ? ഉറപ്പല്ലേ അല്ലേ? ഇപ്പം നമ്മളിവിടെ ഉണ്ട്. രണ്ടാമത്, ഈ ശരീരം ശ്വസിക്കുന്നുണ്ട്. ഉണ്ടോ? ശ്വസിക്കാത്ത ഏതെങ്കിലും ശരീരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. നേരത്തെ ജേക്കബ് സാറ് പറഞ്ഞ മാതിരി കുറേ ഇതുണ്ട്. പക്ഷേ നമ്മളെ സെൻസ് കൊണ്ട് അത് കാണില്ല. ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് അത്. പക്ഷേ ഇപ്പോൾ റിയാലിറ്റിയിലുള്ള നമ്മളിരിക്കണത്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്. യെസ് ഓർണോ? സോ സെക്കൻഡ്, നമ്മളുടെ ശ്വാസമുണ്ട്. മൂന്നാമത് പറയണത്, നമ്മൾക്കൊക്കെ മനനം ചെയ്യാനുള്ള കഴിവുണ്ട്. യെസ് ഓർണോ? ഇല്ല, എല്ലാവർക്കും മനസ്സുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഇനി ഇതിനെ വിലയിരുത്താനുള്ളൊരു ബുദ്ധിയും ഉണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടിക്കെങ്കിലും ശരി, ബുദ്ധി കൊണ്ടാണ് സ്പിരിച്വൽ ആയാലും എന്തായാലും നമ്മൾ വകതിരിവോടുകൂടി മനസ്സിലാക്കണത്. യെസ് ഓർണോ? ഇപ്പം ബുദ്ധി ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്താ, ഓരോരുത്തർ തലത്തിൽ തന്നെയാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ശരീരമുണ്ട്, ശ്വാസമുണ്ട്, പിന്നെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമുക്കൊരു ഓർമ്മയുണ്ട്, മെമ്മറി ഉണ്ട്. യെസ് ഓർണോ? ചിത്തം എന്ന് പറയും. യെസ്. ഒരു സ്റ്റോറിങ് യൂണിറ്റ് ഉണ്ട്. യെസ് അല്ലേ? സ്റ്റോറിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെയോ പേരെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിശാന്തോപ്പിലാണ്, ഞാൻ വാസ്തു കൺസൾട്ടൻ്റാണ്. ഇതൊക്കെ എന്താ? എന്താ? തസ്മൈ സ്വാമിയാണ്, SMS മെഡിറ്റേഷൻ എടുക്കുന്ന ആളാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ പറയും അഹം എന്ന് പറയും. അഹം വേണോ വേണ്ടിയോ? വേണമെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അഹം ഇല്ലാതെ ഞാനില്ല. ഓക്കെ, അഹം എന്നുണ്ടെങ്കിലേ ഉള്ളൂ ഞാനുള്ളൂ. അപ്പം പിന്നെ അത് സുപ്പീരിയോറിറ്റി ആയിട്ട് ഇൻഫീരിയോറിറ്റിയും പോകുന്നത് വേറെ പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ എന്ന നിശാന്ത് എന്നുള്ളൊരു ബോധം ഇല്ല, അല്ലെങ്കിൽ അതൊരു ഒരു അഹം ഇല്ലെങ്കിൽ ഞാനില്ല. യെസ്. പിന്നെ പറയുന്ന ഒരവസ്ഥ തന്നെയാണ് ആത്മാ, അല്ലെങ്കിൽ പറയുക എന്താ, നമ്മളുള്ളൊരു ഇലക്ട്രിസിറ്റി, അങ്ങനെ വേണം പറയാം. അപ്പം 7 തലങ്ങളായി.
ഇതിൽ ഈ 7 തലങ്ങളിൽ നമ്മൾ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 7 തലവും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. എന്തിന്? നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ എൻജോയ് ചെയ്യാനോ ഒക്കെ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. യെസ്, കിട്ടിയിട്ടുള്ളവരാണ് ഇവിടെയൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ വൈനിന് വേണ്ടി പോകാം, വേണമെങ്കിൽ ഡിവൈനിന് വേണ്ടി പോകാം. ആർക്ക് തീരുമാനിക്കാം? എനിക്ക് തീരുമാനിക്കാം. യെസ്, അപ്പോൾ ഇതിലെല്ലാം ഞാൻ തന്നെ തീരുമാനിച്ച്, ഞാൻ തന്നെ എല്ലാം സൃഷ്ടിച്ച്, ഞാൻ വേണം ചെയ്യണ്. ശരിക്കും പറയാം അതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ ഒരു ദിവസം മോക്ഷം കിട്ടി. പക്ഷെ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധി എന്ന് പറയുന്ന തലം കുറേ കൂടി വലുതാവും. അപ്പോഴോ നമ്മൾക്ക് 10 തല വരും. അപ്പോഴാണ് നമ്മൾ രാവണനായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അപ്രോച്ച് ഇതാണ്, ഞാൻ തന്നെയെല്ലാം. ക്ലിയർ? രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നതാണ് താൻ പാതി ദൈവം പാതി. ഞാനെല്ലാം ചെയ്യണു, പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടക്കണു. യെസ്, ഇതാണ് സാധാരണക്കാരൻ്റെ ഭാഷ. ഇനി മൂന്നാമത്തെ ഒരു ഭാഷയും കൂടിയും പറയുന്നുണ്ട്, ബി ഇൻ കമ്പനി ഓഫ് ഗ്രേറ്റ് മാൻ. അതായത് ഞാനിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മുതൽ ഞാൻ എണ്ണീറ്റൊന്നും ആക്കുമൊന്നും വേണ്ട. കാരണം ഓൾറെഡി ഈ പാത്തിൽ കുറേ ആൾ സഞ്ചരിച്ചിട്ടുണ്ട്. യെസ് ഓർണോ? അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് എന്താ? അങ്ങനെയുള്ള ആരെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ആളിൽ നിന്ന് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക. അവിടെയാണ് ഗുരു എന്നുള്ള സാധനം വരുന്നത്, ബി ഇൻ കമ്പനി ഓഫ് ഗ്രേറ്റ് മാൻ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ തീരുമാനം സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എ സയൻറ്റിഫിക് അപ്രോച്ച് ടുവേർഡ്സ് ഫിസിക്കൽ ലൈഫ്. ഭൗതികമായ ജീവിതത്തിനോടുള്ള ഒരു ശാസ്ത്രീയമായ സമീപനമാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒരു ദിവസം നമ്മൾ ജനിച്ചു, ഒരു ദിവസം ചത്തും പോവും. 100% ഷ്യൂർ അല്ലേ? ഇനി എന്താണ് പറയുക, ചിരഞ്ജീവികളാകാനുള്ള കർമ്മമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള അത്രയും കർമ്മം ഉണ്ടാകണം. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു സ്പാൻ ഓഫ് ടൈം മാക്സിമം പറയുന്നത് 120 വർഷമാണ്. അതിലും കൂടുതലൊക്കെ വേണമെങ്കിൽ പോകാം. സാധാരണ ഒരു നേരത്തെ പറഞ്ഞ പുരുഷാർത്ഥം എന്ന് പറയുന്നത് എത്രയേനും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 30. അപ്പോൾ 30 വർഷം എന്തായി? ധർമ്മം, നമ്മൾ ജ്ഞാനം നേടുന്നത്. 30 വർഷം എന്താ? അർത്ഥം ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത 30 വർഷമോ വാർദ്ധക്യം എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഈ സ്പിരിച്വലിലേക്കൊക്കെ അധികാളും തിരിയുന്നത്. പിന്നെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് നമ്മളൊരായി തീരുകയാണ്. മോക്ഷം എന്ന് പറയുന്നത് ചത്തുപോകുന്ന അവസ്ഥയല്ല, ഓരോ സെക്കൻഡിലും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു തലവും കൂടിയുണ്ട്. ക്ലാസ് എടുക്കില്ല കേട്ടോ, എന്നാലും ഒന്ന് ചെറുതായിട്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് വന്നതുകൊണ്ട് ഞാൻ ആ തലത്തിലേക്കൊന്ന് വന്നു പോയതാണ്. അപ്പോൾ ഇതിലുള്ള മനസ്സ് എന്നുള്ള കഥാപാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പം മനസ്സ് എങ്ങനെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഒരു 4 തലം പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതുപോലത്തെ നമ്മൾ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ എന്താണ് അന്നം ബ്രഹ്മേതി വ്യാജനം എന്ന് പറയും. അപ്പം നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടാവും. അതുപോലെയാവും നിങ്ങളുടെ സംസ്കാരമൊക്കെ. വിവേകാനന്ദ സ്വാമികളാണ് ഇതിന് മനോഹരമായിട്ടുള്ള ആൻസർ ചെയ്തത്. നിങ്ങളൊരു കാഴ്ച ബംഗ്ലാവ് പോവുക, ആദ്യം പോകേണ്ടത് സിംഹത്തിനെ തളച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എങ്ങനെയാണ് സിംഹം? അസ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. യെസ്, അപ്പോൾ സിംഹം എന്താ കഴിക്കണേ? ഇതാണ് അവസ്ഥ. ഇനി നമ്മൾ പോകേണ്ട ആനേനെ തളച്ചിരിക്കുന്ന സ്ഥലത്താണ്. എത്ര വലിയ മൃഗം, പക്ഷേ എത്ര ശാന്തം. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണം എന്ന് പറയുന്നതിലുള്ള ഈ 2 അവസ്ഥയാണുള്ളത്. ഒന്നുകിൽ നമ്മൾ ശാന്തമായിട്ട് നമ്മളുടെ ഇതിലേക്ക് നമ്മൾ ഉയരാം, അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട് കുറേയും കൂടി അഡ്രിനാലിനൊക്കെ കയറ്റി നമുക്ക് പ്രശ്നത്തിലാകാം. ഇത് രണ്ടും അപ് ടു യു. അപ്പോൾ അടുത്ത പറയുന്നത് സംസർഗം എന്നാണ്. സംസർഗം എന്ന് പറഞ്ഞാൽ ആരെ കൂടിയാണോ കൂടുന്നത് അതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടും. അപ്പോൾ അവിടെയും ഗുരു എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം സാധാരണ നാട്ടുകാരെല്ലാവരും എന്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് വന്നില്ല? കാരണം അവരുടെയൊക്കെ സംസർഗം അങ്ങനെയുള്ള ആളുകളായതിനെ കൊണ്ടും പിന്നെ ഒരു പ്രഥമ തലത്തിലിരിക്കുന്നവരും വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഭാഗ്യവാന്മാരാ, അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താ, നമ്മൾ അങ്ങനെയുള്ള സംസർഗത്തിൽ വരും, അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ജീവിതത്തിൽ വരും. അപ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ ഭക്ഷണമാണ്, രണ്ടാമത്തെ പറയുന്നത് സംസർഗം എന്ന് പറയും, മൂന്നാമത്തെ പറയുന്നതാണ് പൂർവജന്മ വാസന എന്ന് പറയും. അതായത് നേരത്തെ പറഞ്ഞൊക്കെ എല്ലാവരും പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയിട്ട് അത്രയും നോളേജാണ്. ഞാനും എൻലൈറ്റൻഡ് ആയി, താങ്ക് യു. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പൂർവജന്മ വാസന എന്ന് പറയുമ്പോൾ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇപ്പം നിങ്ങൾ മാത്രം എന്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്?
കാരണം ഈ വാസന ഉള്ളിൻ്റെ ഉള്ളിൽ അതുള്ളവരാണ് അതിലേക്ക് വർക്ക് ചെയ്യുക. ചില ആളുകൾ നല്ല കുട്ടികളായിട്ട് എന്താ പറയുക, ബീവറേജിൻ്റെ മുന്നിലൊക്കെ ക്യൂ ഒക്കെ നിൽക്കും. എന്തുകൊണ്ടാണ്? അവരിലുള്ള വാസന അതാണ്. യെസ് ഓർ നോ? അപ്പോൾ ആ ഒരു വാസന നമ്മളെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ആ എനർജി പാത്ത് വേയിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പാത്തിലേക്ക് പോകണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനു വന്നു, ആക്ച്വലി എന്താ പ്രശ്നം, ഇതിങ്ങനെയുള്ള ഒരു സാധനം അന്വേഷണം, ആദ്യം പറഞ്ഞ ഒരു ജിജ്ഞാസ ഉള്ള ഒരു സാധനം, അതൊരു പാത്ത് വേയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്നത്. യെസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഭക്ഷണം, പിന്നെ പറഞ്ഞ് സംസർഗം, പിന്നെ പറയുന്നത് വാസന, നാലാമത്തെ പറയുന്നതാണ് അന്തരീക്ഷത്തിലെ ഊർജം. അതായത് നിങ്ങൾ എങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണോ വസിക്കണത് അതുമാതിരിയായിരിക്കും നിങ്ങളെ മനസ്സും നിങ്ങളും ഫോം ചെയ്യപ്പെടുക. നേരത്തെ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ പറഞ്ഞു. പ്രഹ്ലാദൻ ജനിച്ച ആ അന്തരീക്ഷത്തിലാണ്, അതേപോലെയാണെങ്കിൽ പ്രഹ്ലാദൻ ഉണ്ടായില്ല. നാരായണനാമം ജപിക്കണേ അങ്ങനെയൊരു നാരദ ഋഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്തിലേക്കായപ്പോൾ എന്തായി മാറി. ഇത് അത്രയൊന്നും പോകണ്ട. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുക, എത്ര നേരം ഇരിക്കാൻ പറ്റും? അത് നേരം ഇരിക്കാൻ പറ്റുമോ? നേരെ മറിച്ച് നല്ലൊരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണെങ്കിലോ കുറേ നേരം ഇരിക്കുക. യെസ് ഓർ നോ? യെസ്. അപ്പം നമ്മളെ രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന സാധനം നമ്മളെ ചുറ്റുപാടും ഉണ്ട്. ഇവിടെയാണ് വാസ്തു എന്ന് പറയുന്നത്. നമ്മൾ സ്പിരിച്വലാണ്. അപ്പോൾ സ്പിരിച്വലി ഹൈ ആകണോ അതുപോലത്തെ ഒരു ബ്രഹ്മാണ്ടം നമ്മളെ ചുറ്റും രൂപപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ പിണ്ടത്തിൽ എന്താണോ ഉള്ളത് അതുപോലെയാണ് ബ്രഹ്മാണ്ടം രൂപപ്പെടുക. യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ. അപ്പോൾ ഈ നമ്മളെ ചുറ്റുപാടുള്ള ഊർജം അത് നമ്മളെ സ്വാധീനിക്കും. ഇവിടെയാണ് വാസ്തു വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണത്തിന് നമ്മളെ സ്വാധീനമുണ്ട്. രണ്ട്, നമ്മളെ കൂട്ടുകെട്ടുകൾ. ഇവളിപ്പോൾ ഈ നോളേജ്, ഇത് ഇങ്ങനെയുള്ള സന്യാസിമാർ, ഇതൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് വരുമ്പോഴാണ് നമ്മളുള്ള ആ ഫയൽ വരുന്നത്. യെസ് ഓർ നോ? അല്ലേ? പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഏത് അന്തരീക്ഷത്തിലാണോ നിൽക്കുന്നത് ആ ഒരു സാധനം നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ സ്പിരിച്വാലിറ്റിയും വാസ്തുവായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പിരിച്വലി ഹൈ ആയാലേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു യഥാർത്ഥത്തിലൊരു സത്യം മനസ്സിലാക്കിയാലേ ഉള്ളൂ നമ്മൾക്ക് അങ്ങനെയൊരു വീടും ഉണ്ടാവുള്ളൂ, അങ്ങനെയൊരു ചിന്താധാരയും വരുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് രണ്ട് സാധനമാണ്. ഒന്ന് പിണ്ടമാണ്, രണ്ട് ബ്രഹ്മാണ്ടമാണ്. വാസ്തുവിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പിണ്ടത്തിൽ മാത്രം വർക്ക് ചെയ്യുമ്പോൾ മെഡിറ്റേഷനും ഇതൊക്കെയാവും. വാസ്തുവിൽ ബ്രഹ്മാണ്ടത്തിൽ വർക്ക് ചെയ്യണു, അത്രയേ ഉള്ളൂ. അത് റിവേഴ്സായിട്ട് ചെയ്യണു, അത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ സ്പിരിച്വൽ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമ്മളെന്താവും, പിണ്ടത്തിൻ്റെ ഊർജം കൂട്ടി തലങ്ങളിലേക്ക് ഉയരുന്നു. യെസ്. അതേസമയത്ത് വാസ്തുവിന് ചെയ്യണ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ബ്രഹ്മാണ്ടത്തിനെ മാറ്റിയിട്ട് ഈ സ്പിരിച്വലിയുള്ള ഈ പിണ്ടത്തിൽ മാറ്റം വരുത്തുന്നത്. അത്രയും അത് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് 7 ചക്രം എന്നൊക്കെ പറയുന്ന ഒരു വീട്ടിനുണ്ട് 7 ചക്രം. ഞങ്ങളൊരു ഇത് കണ്ടിട്ടുണ്ടായി, ഈ വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞൊരു സിമ്പൽ കണ്ടിട്ടില്ലേ? അല്ലേ? അത് എന്താണ് ശരിക്കും? അത് ഒന്നുമില്ല, നമ്മളെ വീടിലുള്ള ഒരു മനുഷ്യനോട് സങ്കല്പിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവും, നമ്മൾക്കുള്ള മാതിരി സഹസ്രാരം നമ്മളെ വീട്ടിനുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കണത്? ഇതിന് 2 കാരണമാണുള്ളത്. ഒന്ന് പറയണേ, ഇപ്പം നിങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഇല്ലേ? യെസ് ഓർ നോ? കാരണം നിങ്ങൾ ഉണർന്നിരിക്കുകയാണ്, അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. യെസ്. ഇനി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ബോധം ഉണ്ടാവുമോ? ആക്ച്വലി യു ആർ ഡെഡ്. ഒരു ഫീബിളായിട്ടുള്ള കറണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരം വെളുക്കും വായ നാറുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പറയുമ്പോൾ എത്രയേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ 4 മണിക്കൂർ യഥാർത്ഥത്തിൽ നമ്മൾ ഭൂമിയിൽ ഇല്ല. ഭൂമിയിലുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാൽ ബോഡിയിലില്ല. ഒരു സെലസ്റ്റൽ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ കടക്കണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇപ്പോൾ രാജേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടാകണമെങ്കിൽ എന്തുകൊണ്ടാണോ? രാജേട്ടന് ബോധം വേണം. യെസ് ഓർണോ? നമ്മൾ ഉണ്ടാവുക ഞാൻ നിശാന്തോപ്പിലാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ബോധം വേണം. എനിക്ക് ബോധം ഇല്ലെങ്കിൽ നിശാന്തോപ്പിലാണോ? ഒന്നുമില്ല, 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനം. അപ്പോൾ അത് എവിടെ കിടക്കണോ അതിൻ്റെ ചുറ്റുപാട്. ഇപ്പോൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായി കഴിഞ്ഞാൽ എന്തായി? സോക്കോൾ ഞാൻ ഇത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ആത്മാവാണ്.
അപ്പോൾ ഇത് ആ പ്രപഞ്ചത്തിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് ഒന്നായി പോകും. പിന്നെ എന്താ ഭൂമിയിലുള്ളത്? ഈ 5 എലമെൻറ്റ്സ് കൊണ്ടുണ്ടാക്കിയ ബോഡിയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ബോഡി കിടക്കുമ്പോൾ ചുറ്റും എങ്ങനെയാണ് ഈ 5 എലമെൻറ്റ്സ് ഉള്ളത്? അതും ഈ ബോഡിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. ഇങ്ങനെയാണ് വാസ്തു ബാധിക്കുന്നത്, ചുറ്റളവ് നോക്കിയിട്ടല്ല. അതായത് എല്ലാ ദിവസവും ഒരു സത്യമാണിത്, നിങ്ങൾ മരിക്കണുണ്ട്. ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ട് ആരും പേടിക്കും വേണ്ട, കാരണം എല്ലാ ദിവസവും ഇതിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ചുറ്റുഭാഗം എങ്ങനെയാണ്? അപ്പോൾ ഒരു 18 ഋഷിമാരുണ്ട്, അവർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഭൃഗുരത്രിർ വസിഷ്ഠശ്ച വിശ്വകർമാമയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്തര ബ്രഹ്മാകുമാരോ നന്ദീശ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനുരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശേത വിഖ്യാത വാസ്തു ശാസ്ത്രോപദേശക. ഇവർ ഈ ഋഷിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം ഉണ്ടോ? എന്തായിരിക്കും വ്യത്യാസം? സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സന്യസിച്ച ആളാണ്. അതായത് ആഗ്രഹമൊക്കെ തീയിൽ ഹോമിച്ചു, എന്നിട്ട് ആ തീ എടുത്തിട്ട് പുതയ്ക്കണു. ഇതാണ് കാവ്യവസ്ത്രം. അതായത് ഐ ഡോണ്ട് വാണ്ട് എനി മെറ്റീരിയൽ പ്ലഷർ. അവിടെ അയാളൊക്കെ അതിൽ ഇതാക്കി അയാൾ ഫ്രീ ആയി. ഇനി രണ്ടാമത്തെ പറയുന്നത് ഗൃഹസ്ഥാശ്രമി എന്നാണ്. ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, പക്ഷെ സ്പിരിച്വൽ ലൈഫാണ്. ഇതിനെന്തെന്ന് പറയും? ഋഷി എന്ന് പറയും. ഇപ്പോൾ സന്യാസിയാണോ ഋഷിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വീണയിടം വിഷ്ണുലോക ഒന്നും വേണമെന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സമയാസമയത്ത് തന്നെ കൈ നീട്ടിയ ഭക്ഷണം കിട്ടും. പക്ഷേ ഗൃഹസ്ഥാശ്രമിയാകുക, ഋഷിയാകുക എന്ന് പറഞ്ഞാൽ അയാൾക്കെല്ലാം മെറ്റീരിയൽ പ്രോഗ്രസ്സും ആവശ്യമാണ്. കാറ് വേണോ? കാർ ഉണ്ടാക്കണം. വീട് വേണോ? വീട് ഉണ്ടാക്കണം. കല്യാണം കഴിക്കണോ? കല്യാണം കഴിക്കണം. മക്കൾ വേണോ? മക്കളെ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഋഷിയുടെ ചലനം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നേരത്തെ പറഞ്ഞ മോക്ഷം, മോഹ ക്ഷയം, ഒന്ന് നോളേജ് കൊണ്ട് ആയിത്തീരുകയാണ് സന്യാസി. അതായത് ചൊവ്വേ പോകണമെന്നില്ലല്ലോ ചൊവ്വേനെ കുറിച്ച് അറിയാൻ. വേണോ? ചന്ദ്രനെ കുറിച്ച് അറിയാൻ ചന്ദ്രനിൽ പോകണോ? നമുക്ക് ഇവിടെ തന്നെ അറിയാം. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് റിയലി തന്നെ അവിടെ പോയിട്ട് ശരിക്കും ടച്ച് ചെയ്ത് നോക്കാൻ വരെ പറ്റും. യെസ് ഓർ നോ? ശരിയാണ്. അപ്പോൾ അതിന് സന്യാസം എന്നുള്ളൊരു പാത്തിൽ, ആ ഒരു പാത്തിൽ മാത്രമാണ് യാത്ര ചെയ്യണത്. പക്ഷേ ഈ സ്പിരിച്വൽ മേഖലയെ പറയുന്നത് ഏറ്റവും എന്താ പറയുക, രസകരമായിട്ടുള്ള, പിന്നെ തിരിച്ചു വരാൻ പറ്റേണ്ട ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഋഷിയായിട്ട് മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു പാത്തിലല്ല എക്സ്പീരിയൻസ് ചെയ്യല. നമ്മൾ എന്താണോ വൈഫ്, എന്താണോ കുട്ടികൾ, എന്താണ് ധനം, എന്താണ് കഷ്ടപ്പാട്, എന്താണ് കർമ്മം, ഇത് ഓരോന്നും നമ്മൾ എന്താക്കുകയാണ്? എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളെന്താണ് ഒരു ഇസ്തിരിയിട്ട് ഒതുക്കിയ മാതിരി ഓരോന്ന് ക്ലിയറായി വരിക. ഒരു ചെറിയൊരു സാധനം പറഞ്ഞിട്ട് ഒരു 3 തിയറി പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാം. അതായത് ഒന്നാമത് ഫിസിക്സിൽ പറയാം, അതാ കുറച്ചുകൂടി സൗകര്യം. അതാണ് ഇപ്പോൾ ഫിസിക്സിൽ പറയണത് എന്താണ്? ഒന്ന് പറയണത് എന്താ? എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, അല്ലേ? ഊർജ്ജത്തിന് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. രണ്ടാമത്തതോ, എനർജി ഓൾവേസ് മൂവ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഊർജ്ജം എപ്പോഴും നേർരേഖയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാ ഈ വലിയ ടവേഴ്സൊക്കെ ഇതാക്കിയിരിക്കുന്നത്? ഇപ്പോൾ ഓരോ മൊബൈലുകാരും ഓരോ വലിയ ടവേഴ്സ് വെക്കണം. എന്തിനാ ഈ ടവേഴ്സ് വെക്കുന്നത് യഥാർത്ഥത്തിൽ? അതായത് ഇതിൽ നിന്ന് സിഗ്നൽ പോകും, പക്ഷെ അത് നേർരേഖയിലാണ് പോവുക. പക്ഷേ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് റൗണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന സിഗ്നൽ എന്തായി പോവും? സിഗ്നൽ വളയില്ല, നേരെയാ പോവുക. അപ്പോൾ എന്താ, അടുത്ത ടവർ അത് കണക്ട് ചെയ്യും, അതിലേക്ക് എടുക്കും, പിന്നെ അടുത്ത ടവറിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് അമേരിക്കക്കാരനെ ഫോൺ ചെയ്യാൻ പറ്റുന്നത്. യെസ് ഓർ നോ? അതിപ്പോൾ കുറച്ചുകൂടി സിദ്ധാന്തം മാറിയപ്പോൾ എന്താ, സാറ്റലൈറ്റ്സ് ആയി. യെസ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളൊരു ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ നേരെയാ പോവുക. അപ്പോൾ ഇനി അടുത്തൊരു കഥയിലൊരു ചെറിയൊരു മാറ്റം വരിക. ഈ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഊർജം, ഇതിന് പറയും നര, അല്ലെങ്കിൽ ഞരമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഊർജ്ജപ്രവാഹം എന്ന് പറയും. അപ്പോൾ 2 നരകളുണ്ട്. അതായത് ഈ നരയിൽ ആയണം ചെയ്യുക, യാത്ര ചെയ്യുക. അതാരാണ്? അതാണ് നാരായണൻ.